വിഴിഞ്ഞത്തേക്ക് സ്വപ്ന തീരത്തേക്ക് കപ്പലടുത്തു. വിഴിഞ്ഞം സ്വപ്ന തീരത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് അത് പുറംകടലിലെത്തി. വിഴിഞ്ഞത്ത് നിന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ഇപ്പോഴുള്ളത്. 8 മണിയോടുകൂടി തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പലെത്തും. നാളെ രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗികമായിട്ടുള്ള വരവേൽപ്പ് നൽകുക. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും. കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരവും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം അത് യാഥാർത്ഥ്യമാകുന്ന 2024 ഈ വർഷം തന്നെ രണ്ടാം ഘട്ടത്തിന്റെയും തുടക്കം വിടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ രാജ്യാന്തര ചരക്ക് മാർഗത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്റ്റോപ്പായി വിഴിഞ്ഞം മാറുമെന്നുള്ളതാണ്. തുറമുഖ കേന്ദ്രങ്ങളിൽ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരിടമായി വിഴിഞ്ഞം മാറുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വി വിനോദ് വിഴിഞ്ഞത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സാൻ ഫെർണാണ്ടോ പുറംകടലിലെത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൃശ്യങ്ങളിൽ കപ്പലുണ്ടോ? എന്തൊക്കെയാണ് ഇന്നത്തെ ആദ്യ പരിപാടികൾ? 9 മണിയോടുകൂടി ഈ ബർത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണല്ലോ ലഭ്യമായിട്ടുള്ള വിവരം. സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ മദർഷിപ്പ് ഇന്ന് 9 മണിയോടുകൂടി തീരമണയും. അതിന്റെ ബർത്തിങ്ങിനുള്ള നടപടികൾ അത് ടഗുകളുടെ സഹായത്തോടുകൂടി കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഇന്ന് ബർത്തിലേക്ക് എത്തുന്ന കപ്പൽ നാളെയാണ് ഔദ്യോഗികമായ സ്വീകരണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കപ്പലിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങിലേക്ക് നാളെയാണ് പോകുന്നത്. കണ്ടെയ്നറുകൾ ഇറക്കുക 2000 കണ്ടെയ്നറുകളാണ് ആദ്യഘട്ടത്തിൽ. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലെ നടപടിയാണ്, ട്രയൽ റണ്ണാണ്. അതിൽ 2000 കണ്ടെയ്നറുകളാണ് തീരത്തേക്ക് ഇറക്കി വയ്ക്കുക. നമ്മളിപ്പോൾ കാണുന്നത് ക്രെയിനുകളുടെ ദൃശ്യമാണ്. ഇത് ഒരു ചരിത്രം എഴുതുന്ന മുഹൂർത്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ആഴമുള്ള മദർ പോർട്ട് എന്ന ഖ്യാതിയോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. നമുക്കിപ്പോൾ